ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ओम शान्ति शान्ति शान्तिः। ओम सदाशिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेधि मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ओं नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम। श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഇന്ന് പൂജ്യ ചിന്മയാനന്ദ സ്വാമിജിയുടെ ജന്മതിഥിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ചിന്മയാനന്ദജി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഫ്രീ ആയിട്ട് സാന്ദീപനിയിൽ ബ്രഹ്മവിദ്യ പഠിക്കാൻ സാധിച്ചത്. അതിന് എന്ത് തിരിച്ചു കൊടുത്താലും മതിയാവില്ല. അത്രയും വിലമതിക്കാനാവാത്ത അമൂല്യനിധിയാണ് അദ്ദേഹം തന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മതിഥിയിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇന്നിവിടെ തപോൻകുടിയിൽ പൂജയും എല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് പോവാണ്. അപ്പം മഹാഭാഗ്യം തപോൻകുടിയിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നത്. കാരണം ചിന്മയാനന്ദ സ്വാമിജി പഠിച്ച അതേ ഗുരുകുലത്തിൽ തന്നെ സ്വപ്നത്തിൽ വിചാരിച്ചല്ല അവിടെ ഇരുന്ന് പഠിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ ചിന്മയാനന്ദ ചെന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അദ്ദേഹം ഇരുന്ന് പഠിച്ച അതേ അതൊന്നും മാറ്റിയിട്ടില്ല. ഇപ്പോഴും അത് സംരക്ഷിക്കുന്നു. അവിടെ തന്നെ ഇരുന്ന് പഠിക്കാൻ സാധിക്കുന്നത് അഹോഭാഗ്യം. നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം തൃതീയ ബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണം. നമുക്ക് ഒരുമിച്ച് മന്ത്രം പാരായണം ചെയ്യാം. എല്ലാവരും പുസ്തകത്തിൽ നോക്കി ഒരേപോലെ പാരായണം ചെയ്യണം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദ്വേവാവ ബ്രഹ്മണോ രൂപേ മൂർത്തം ച ഏവാമൂർത്തം ച മർത്യം ച അമൃതം ച സ്ഥിതം ച യച്ഛ സച്ഛ തെച്ഛ. ദ്വിതീയ മന്ത്രം. തത് ഏതത് മൂർത്തം യത് അന്യത് വായോ ച അന്തരിക്ഷം ച ഏതത് മർത്യം ഏതത് സ്ഥിതം ഏതത് സത് തസ്യ ഏതസ്യ മൂർത്തസ്യ ഏതസ്യ മർത്യസ്യ ഏതസ്യ സ്ഥിതസ്യ ഏതസ്യ സത് ഏഷ രസഃ യ ഏഷ തപതി സതോ ഹി ഏഷ രസഃ. തൃതീയ മന്ത്രം. അധ അമൂർത്തം വായും ച അന്തരിക്ഷം ച
एतत् अमृतम् एतत् यत् एतत् यत् तस्य एतस्य अमूर्तस्य एतस्य अमृतस्य एतस्य यतः एतस्य त्यस एषः रसोय एषः एतस्मिन् मण्डले पुरुषस्य यस्य हि एषः रसः इति अधिदैवतम्. ചതുർത്ഥ മന്ത്രം നമ്മൾ 4ഉം 5ഉം പിന്നീട് ചൊല്ലാം. തൃതീയ ബ്രാഹ്മണം, മൂർത്താമൂർത്ത ബ്രാഹ്മണം. യാജ്ഞവൽക്യ മഹർഷി ഭഗവാൻ ഈശ്വരൻ എന്നൊക്കെ വിളിക്കുന്ന രൂപത്തിൽ പരമാത്മാവ് മായാസഹിതനായി സൃഷ്ടി നടത്തി. ആ സൃഷ്ടി രണ്ടായിട്ട് തരംതിരിച്ചു, മൂർത്തമെന്നും അമൂർത്തമെന്നും. ഉപാസനയായിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്തൊക്കെ കണ്ണുകൊണ്ട് കാണുന്നോ അത് 2 തരത്തിലേ ഉള്ളൂ. ഒന്ന് സ്ഥൂല രൂപം, മറ്റൊന്ന് സൂക്ഷ്മരൂപം. ഇത് രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് സ്ഥൂല രൂപത്തിൽ കാണുന്നതൊക്കെ പരമാത്മാവിൻ്റെ സൃഷ്ടിയാണ്, സൂക്ഷ്മരൂപത്തിലുള്ളതും അങ്ങനെ തന്നെ. അങ്ങനെ എല്ലാറ്റിലും ഈശ്വര ദർശനം എന്ന ഉപാസന പറഞ്ഞു തരികയാണ് മൂർത്താമൂർത്ത ബ്രാഹ്മണം. നമ്മൾ എന്താണ് മൂർത്തം അമൂർത്തമെന്ന് പ്രഥമ മന്ത്രത്തിൽ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. അതിൻ്റെ വിസ്താരമായിരുന്നു നമ്മൾ കണ്ടത്. മർത്യം, സ്ഥിതം, സത് ഇത്യാദി ഇത്യാദി പര്യായങ്ങളിലൂടെ. ദ്വിതീയ മന്ത്രം അതിദൈവമൂർത്തം എന്താണ് എന്ന് പറയുകയായിരുന്നു. നമ്മൾ കണ്ടു. അതിദൈവം എന്ന് വെച്ചാൽ സമഷ്ടി പഞ്ചമഹാഭൂതത്തിനെയാണ് അതിദൈവം എന്ന് വിളിക്കുന്നതെന്ന് കണ്ടു. അതിൽ ആ പഞ്ചമഹാഭൂതങ്ങളെയും ശ്രദ്ധിക്കണേ, പഞ്ചമഹാഭൂതങ്ങളെയും ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. ആ സൃഷ്ടിയിൽ സ്ഥൂല സൃഷ്ടിയുമുണ്ട്, സൂക്ഷ്മ സൃഷ്ടിയുമുണ്ട്. അതായത് മൂർത്ത സൃഷ്ടിയുമുണ്ട്, അമൂർത്ത സൃഷ്ടിയുമുണ്ട്. പഞ്ചമഹാഭൂതങ്ങളിൽ മൂർത്തം എന്നത് അഗ്നി, ജലം, പൃഥിവി. പഞ്ചമഹാഭൂതങ്ങളിൽ അമൂർത്തം എന്നത് ആകാശം, വായു. അങ്ങനെ നമ്മൾ കണ്ടിരുന്നു. അത് വേണമെങ്കിൽ എഴുതിക്കോളൂ. തൈത്തിരീയ ഉപനിഷത്ത് 2ാം അധ്യായം 1ാം വല്ലിയിൽ നമ്മൾ പഠിച്ചതാണ്. തൈത്തിരീയ ഉപനിഷത്ത് 2.1 2ാം അധ്യായം ബ്രഹ്മാനന്ദവല്ലി 1ാം അനുവാകം. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്ന് തുടങ്ങുന്ന ആ ഭാഗം. അവിടെ മൂർത്ത സൃഷ്ടി, അമൂർത്ത സൃഷ്ടി, പഞ്ചമഹാഭൂത സൃഷ്ടി പ്രകരണമാണ് ബ്രഹ്മാനന്ദവല്ലിയിൽ പ്രഥമമായി നമ്മൾ കണ്ടത്. തൈത്തിരീയ ഉപനിഷത്ത് 2ാം അധ്യായം 1ാം അനുവാകം 2.1. അത് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. 1ഉം 2ഉം 3ഉം മന്ത്രങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 4ഉം 5ഉം പഠിക്കാം. 4ാം മന്ത്രവും 5ാം മന്ത്രവും ഒരുമിച്ചാണ്. ആദ്യം 4ാം മന്ത്രം ഒന്നുകൂടെ പദച്ഛേദം നടത്താം, ശ്രദ്ധിക്കണേ. അധ അധ്യാത്മം ഇതമേവ മൂർത്തം യത് അന്യത് പ്രാണാച്ച യച്ച അയം അന്തരാത്മൻ ആകാശഃ ഏതന്മർത്യം ഏതത് സ്ഥിതം ഏതത് സത് തസ്യ ഏതസ്യ മൂർത്തസ്യ ഏതസ്യ മർത്യസ്യ ഏതസ്യ സ്ഥിതസ്യ ഏതസ്യ സതഃ ഏഷ രസഃ യത് ചക്ഷുഃ സദോ ഹേഷ രസഃ. അങ്ങനെയാണ് സമസ്തപദം. അതിനെ വിഗ്രഹിക്കുമ്പോൾ സതഃ ഹി ഏഷ രസഃ, സതഃ ഹി ഏഷ രസഃ. ഒന്നുകൂടെ പറയാം. അധ അധ്യാത്മം ഇതമേവ മൂർത്തം യത് അന്യത് പ്രാണാച്ച യച്ച അയം അന്തരാത്മൻ ആകാശഃ ഏതൻ
മർത്യം ഏതത് സ്ഥിതം ഏതത് സത് തസ്യ ഏതസ്യ മൂർത്തസ്യ ഏതസ്യ മർത്യസ്യ ഏതസ്യ സ്ഥിതസ്യ ഏതസ്യ സതഃ ഏഷ രസഃ യത് ചക്ഷുഃ സതഃ ഹി ഏഷ രസഃ. ഒരുമിച്ച് പാരായണം ചെയ്യാം ചതുർത്ഥ മന്ത്രം. അധ അധ്യാത്മം ഇതമേവ മൂർത്തം യത് അന്യത് പ്രാണാച്ച യച്ച അയം അന്തരാത്മൻ ആകാശഃ ഏതന്മർത്യം ഏതത് സ്ഥിതം ഏതത് സത് തസ്യ ഏതസ്യ മൂർത്തസ്യ ഏതസ്യ മർത്യസ്യ ഏതസ്യ സ്ഥിതസ്യ ഏതസ്യ സതഃ ഏഷ രസഃ യത് ചക്ഷുഃ സതഃ ഹി ഏഷ രസഃ. നമുക്ക് അഞ്ചാമത്തെ മന്ത്രം അന്വയിച്ചിട്ട് പിന്നെ അഞ്ചാമത്തെ മന്ത്രം ഒരു തവണ പാരായണം ചെയ്യാം. അതിനുശേഷം 4, 5 കൂടെ ഒരുമിച്ച് പാരായണം ചെയ്യാം. പഞ്ചമ മന്ത്രം. അധ അമൂർത്തം പ്രാണാച്ച യച്ച അയം അന്തരാത്മൻ ആകാശഃ ഏതത് അമൃതം ഏതത് യത് ഏതത് ത്യത് തസ്യ ഏതസ്യ അമൃതസ്യ ഏതസ്യ അമൃതസ്യ ഏതസ്യ യതഃ ഏതസ്യ ത്യസ ഏഷ രസഃ യോയം ദക്ഷിണഃ അക്ഷൻ പുരുഷഃ യസ്യ ഹി ഏഷ രസഃ. അധ അമൂർത്തം പ്രാണാച്ച യച്ച അയം അന്തരാത്മൻ ആകാശഃ ഏതത് അമൃതം ഏതത് യത് ഏതത് ത്യത് തസ്യ ഏതസ്യ അമൂർത്തസ്യ ഏതസ്യ അമൃതസ്യ ഏതസ്യ യതഃ ഏതസ്യ ത്യസ ഏഷ രസഃ യോയം ദക്ഷിണഃ അക്ഷൻ പുരുഷഃ യസ്യ ഹി ഏഷ രസഃ. അധ അമൂർത്തം പ്രാണാച്ച യച്ച അയം അന്തരാത്മൻ ആകാശഃ ഏതത് അമൃതം ഏതത് യത് ഏതത് ത്യത് തസ്യ ഏതസ്യ അമൃതസ്യ ഏതസ്യ അമൃതസ്യ ഏതസ്യ യതഃ ഏതസ്യ ത്യസ ഏഷ രസഃ യോയം ദക്ഷിണഃ അക്ഷൻ പുരുഷഃ യസ്യ ഹി ഏഷ രസഃ. ചതുർത്ഥ മന്ത്രം പഞ്ചമ മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. അധ അധ്യാത്മം ഇതമേവ മൂർത്തം യത് അന്യത് പ്രാണാച്ച യച്ച അയം അന്തരാത്മൻ ആകാശഃ ഏതന്മർത്യം ഏതത് സ്ഥിതം ഏതത് സത് തസ്യ ഏതസ്യ മൂർത്തസ്യ ഏതസ്യ മർത്യസ്യ ഏതസ്യ സ്ഥിതസ്യ ഏതസ്യ സതഃ ഏഷ രസഃ യത് ചക്ഷുഃ സതഃ ഹി ഏഷ രസഃ. അധ അമൂർത്തം പ്രാണാച്ച യച്ച അയം അന്തരാത്മൻ ആകാശഃ ഏതത് അമൃതം ഏതത് യത് ഏതത് ത്യത് തസ്യ ഏതസ്യ അമൃതസ്യ ഏതസ്യ അമൃതസ്യ ഏതസ്യ യതഃ ഏതസ്യ ത്യസ ഏഷ രസഃ യോയം ദക്ഷിണഃ അക്ഷൻ പുരുഷഃ യസ്യ ഹി ഏഷ രസഃ. യാജ്ഞവൽക്യ മഹർഷി മന്ത്രം 4, 5 വീണ്ടും മൂർത്ത അമൂർത്തങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അധ്യാത്മം എന്ന് വിളിച്ചുകൊണ്ട് തൊട്ടു മുമ്പ് നമ്മൾ അതിദൈവം കണ്ടു. അടുത്തത് അധ്യാത്മ മൂർത്തം അധ്യാത്മ അമൂർത്തം. ആ ടേബിളുണ്ട്, എളുപ്പമാണ്, അത് മാത്രം നോക്കിയാൽ മതി. 4, 5 സമ്മറി ആ ടേബിളിലുണ്ട്.
ഞങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അധ്യാത്മമൂർത്തം, അധ്യാത്മ അമൂർത്തം. മൂർത്തം എന്താണ്? സ്ഥൂല ശരീരം അല്ലെങ്കിൽ സ്ഥൂല രൂപങ്ങൾ. അമൂർത്തം എന്താണ്? സൂക്ഷ്മ രൂപങ്ങൾ. പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇനിയും മൂർത്തങ്ങൾ എന്തെന്ന് അദ്ദേഹം പറയുകയാണ്. ശരീര അവയവാഹ, അതായത് എല്ലാ ജീവികളുടെയും ശരീര അവയവങ്ങൾ. അവയവങ്ങൾ അറിയാമല്ലോ, കണ്ണ്, കാത്, മൂക്ക്, പിന്നെ ആന്തരിക അവയവങ്ങൾ എല്ലാം. ആ അവയവങ്ങളെല്ലാം എന്താ? അത് ശരീരം മുഴുവൻ, എല്ലാ അവയവങ്ങളും കൂടെ ചേർന്നതാണല്ലോ നമ്മുടെ ഈ ശരീരം. അപ്പോൾ ആ ശരീരം മുഴുവൻ എന്താണ്? സ്ഥൂലമാണ്, സ്ഥൂലമൂർത്തമാണ്, അല്ലെ ജഡമാണ്, മൃതമാണ്, അചലമാണ് ഇത്യാദികൾ നമ്മൾ ഒന്നാമത്തെ മന്ത്രത്തിൽ കണ്ട അതേ പര്യായങ്ങൾ ഇവിടെ മനനം ചെയ്യാവുന്നതാണ്. ശരീര അവയവാഹ, ശരീര അവയവങ്ങൾ മൂർത്തങ്ങളാകുന്നു, അല്ലേ? അപ്പം ഭഗവാൻ 2 തരം സൃഷ്ടിയെ നടത്തിയിട്ടുള്ളൂ. ഒന്ന് മൂർത്ത സൃഷ്ടി, മറ്റൊന്ന് അമൂർത്ത സൃഷ്ടി. ശരീര അവയവങ്ങളൊക്കെ കാണുമ്പോൾ ഉപാസന ചെയ്തോളം പറയുകയാണ്. എന്താണ്? ഇതൊക്കെ ഭഗവാന്റെ മൂർത്ത രൂപങ്ങളാണ്, അല്ലെങ്കിൽ മൂർത്ത സൃഷ്ടിയാണ്. എങ്കിലത് മൂർത്ത ഉപാസനയായി. അടുത്ത എന്തായിരിക്കും? അടുത്ത അമൂർത്തം. അമൂർത്തം എന്തായിരിക്കും? 5ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞതാണ്, ടേബിളിലുള്ളത്. ശരീരസ്യ പ്രാണഃ ച ശരീര അന്തർഗത ആകാശഃ. അതായത് ശരീരസ്യ എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിനുള്ളിലുള്ള, അതാണ് ശരീരസ്ഥനായ എന്ന് പറയുക. എന്ന് വെച്ചാൽ ശരീരത്തിനുള്ളിലുള്ള ഈ അവയവങ്ങളോട് കൂടിയ, മനസ്സിൽ ഭാവന ചെയ്യണേ, ഈ അവയവങ്ങൾ എന്താണ്? ശരീരമാകുന്നു. ആ ശരീരം എന്താണ്? ഭഗവാന്റെ മൂർത്ത സൃഷ്ടിയാണ്. ആ ശരീരത്തിനുള്ളിലുള്ള പ്രാണനും ആകാശവും, ഹൃദയാകാശം, പിന്നെ സ്പേസ്, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള എവിടെയൊക്കെയാണോ ആകാശങ്ങളുള്ളത്, അല്ലേ? ഇപ്പം നമ്മൾ അമ്മ എന്ന് പറയുമ്പോൾ ആ കഴിഞ്ഞ് മാ പറയുമ്പോൾ ഒരു സ്പേസ് ഉണ്ടല്ലോ, അല്ലേ? അതായത് അത്രയും മൈന്യൂട്ടാണെന്ന്, അത്രയും സൂക്ഷ്മമായ ഓരോ ഭാഗങ്ങളിലും, ഓരോ അണുവിലും, ഓരോ പരമാണുവിലും ഭഗവാൻ കുടികൊള്ളുന്നു എന്ന് പറയുക. ഒന്നും വാക്യമായിട്ടൊന്നുമില്ല, ശൂന്യമായിട്ടൊന്നുമില്ല. ആ ശൂന്യത്തിലും, അതാണ് ഇവിടെ ആകാശം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ശൂന്യമായ ഭാഗമുണ്ടെങ്കിൽ അവിടെയും, ഹൃദയാകാശത്ത് മാത്രമല്ല, എവിടെയെങ്കിലും, യാജ്ഞവൽക്യ മഹർഷിയുടെ ചിന്താഗതി നോക്കൂ. നമ്മളിൽ ഒന്നും വിട്ട് കളയരുതേന്ന് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. എവിടെയെങ്കിലും ശൂന്യമായ ഒരു ഭാഗമെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം മനുഷ്യനെ സൃഷ്ടിച്ച പോലെയല്ല മറ്റ് ജീവികളെ, അല്ലേ? പശുക്കളെ, പക്ഷികളെ, മൃഗാദികളെയൊക്കെ. അപ്പോൾ അവരിലൊക്കെയാണ് പറയുന്നത്, എവിടെയെങ്കിലുമൊക്കെ ശൂന്യമായ ഒരു അണു, ഒരു സ്പേസ്, നമുക്ക് പോയിൻ്റ് മില്ലി പോലത്തെ ഏതെങ്കിലും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ശരീരത്തിനുള്ളിൽ ശൂന്യമായിട്ട്, അവിടെ പോലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. എങ്ങനെ? അമൂർത്ത രൂപത്തിൽ, സൂക്ഷ്മ രൂപത്തിൽ. അതാണ് പറയുന്നത് ശരീരസ്യ പ്രാണഃ ച ശരീര അന്തർഗത ആകാശഃ. അതായത് ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന പ്രാണനിലും ശരീരത്തിനുള്ളിലെ ആകാശത്തിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. എങ്ങനെ? അമൂർത്ത രൂപത്തിൽ, സൂക്ഷ്മ രൂപത്തിൽ. അതാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം. പരമാത്മാവ് മൂർത്തമായും അമൂർത്തമായ സൃഷ്ടി നടത്തി. മൂർത്തം എന്നത് ജഡസൃഷ്ടി, സ്ഥൂല സൃഷ്ടി. അമൂർത്തം എന്നത് അജഡ സൃഷ്ടി അല്ലെങ്കിൽ സൂക്ഷ്മ സൃഷ്ടി. സ്ഥൂല സൃഷ്ടി സൂക്ഷ്മ സൃഷ്ടി ആകാശം, വായു. സ്ഥൂല സൃഷ്ടി അഗ്നി, ജലം, പൃഥിവി. അതിനുശേഷം നമ്മൾ 4, 5 മന്ത്രത്തിലെത്തി. സ്ഥൂല സൃഷ്ടി നമ്മുടെ ശരീര അവയവങ്ങളെല്ലാം സ്ഥൂല സൃഷ്ടിയാണ്. പിന്നെ ശരീരത്തിൽ കുടികൊള്ളുന്ന പ്രാണനും ആകാശവും അജഡമാണ്, സൂക്ഷ്മമാണ്. അതിലും ഭഗവാൻ കുടികൊള്ളുന്നു. എങ്ങനെ? മൂർത്ത രൂപത്തിലും അമൂർത്ത രൂപത്തിലും, സ്ഥൂല രൂപത്തിലും സൂക്ഷ്മ രൂപത്തിലും കുടികൊള്ളിരിക്കുന്നത് മായാസഹിതനായി സൃഷ്ടി നടത്തിയ പരമാത്മാവാകുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞ കാര്യം തന്നെ, അതിന് മർത്യം, സ്ഥിതം, സത്. ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞ ഇതിൻ്റെ പര്യായങ്ങൾ, അത് മർത്യമാകുന്നു, സ്ഥിതമാകുന്നു,
നമ്മൾ കണ്ടതാണ്. അതിൻ്റെ നേരെ വിപരീത സൂക്ഷ്മം അമൃതമാകുന്നു, തെതാകുന്നു, അതായത് പ്രത്യക്ഷ, അഗോചരം ഇത്യാദികൾ. പിന്നെ അടുത്ത എന്താണ്? മൂർത്തസാരഭൂതം ചക്ഷുഹു അസ്തി. ഈ മൂർത്തത്തിൻ്റെ മുഴുവൻ സാരഭൂതമായിരിക്കുന്നത് ചക്ഷുവിൽ കുടികൊള്ളുന്ന ആദിത്യ ദേവതയാകുന്നു. അല്ലെ, ചക്ഷുവിൻ്റെ ദേവത ആരാണ്? ആദിത്യൻ അല്ലേ, സൂര്യനാണല്ലേ. അതാണ് മൂർത്തസാരഭൂതം ചക്ഷുഹു. അതായത് ഈ സ്ഥൂല ജഡത്തെ മുഴുവൻ സംരക്ഷിക്കാനായിട്ട് ആദിത്യ ദേവത പോഷണം തരുന്നത് കൊണ്ടാണ് നമ്മൾ അന്നപാനീയങ്ങൾ കഴിച്ചാലും പ്രാണനുണ്ടെങ്കിലും ശരീരത്തിന് പോഷണം വേണം അല്ലേ. ആ പോഷണം ആരാണ് നൽകുന്നത്? നമ്മൾ ആദിത്യ ഹൃദയം മുതലേ പഠിക്കുന്നതാണ് അതൊക്കെ. ആരാണ് നൽകുന്നത്? ചക്ഷുവിൽ കുടികൊള്ളുന്ന സൂര്യദേവതയാണ്. ആ സൂര്യദേവതയുടെ പോഷണം ഉള്ളത് കൊണ്ടാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പൂഷന്നേകർഷേയമസൂര്യപ്രാജാവത്യ വ്യൂഹരശ്മിൻ സമൂഹതേജഃ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസോ പുരുഷസോഹമസ്മി അല്ലേ, ഈശാവാസ്യ ഉപനിഷത്ത് അല്ലേ. പൂഷൻ പോഷണം നൽകുന്നവൻ, പാലിക്കുന്നവൻ അല്ലേ. യമസൂര്യ പ്രാജാപത്യ, എല്ലാവർക്കും സൂര്യദേവതയാണ് പ്രാജാപത്യൻ, പ്രജാപതി നേതാവായി ഇരുന്നു കൊണ്ട് എല്ലാവരെയും പോഷിപ്പിക്കുന്നത്. സമൂഹ തേജഃ, സമൂഹത്തിന് മുഴുവൻ, സമൂഹം എന്ന് വെച്ചാൽ ഈ ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ. ആ ദേവത നമ്മളുടെയൊക്കെ ഈ അവയവങ്ങളിൽ പോഷണം നൽകുന്നത് കണ്ണിൻ്റെ അടിസ്ഥാന ദേവതയായി ഇരുന്നു കൊണ്ടാണ്. ആ ദേവതയെ സ്മരിക്കുക. ഞാൻ വിചാരിക്കും, ഞാൻ നല്ല ആഹാരങ്ങൾ, അന്നപാനീയങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ശരീരം പോഷിച്ചിരിക്കുന്നത്, എനിക്ക് കണ്ണിന് കാണാൻ സാധിക്കുന്നത്, കാതിന് കേൾക്കാൻ ഒന്നുമല്ല. ആ പോഷണ കർത്താവായി സൂര്യദേവത പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് ഓരോ പരമാണുവിലും ഓരോ ജീവാത്മാക്കൾക്കും തൻ്റെ രശ്മികളിലൂടെ പോഷണം നൽകുന്നത് കൊണ്ടാണ് ശരീരത്തിന് ഊർജം ലഭിക്കുന്നത്. അതിന് സഹകാരിയായിട്ടാണ് അന്നപാനീയങ്ങൾ. പ്രഥമജൻ സൂര്യനാണ്. സഹകാരി ഈ വാക്കൊന്നും ആർക്കും അപരിചിതമായിട്ടൊന്നുമില്ല. പ്രഥമജ സൂര്യൻ, പ്രഥമമായി സഹായിക്കുന്നത്, ശരീരത്തിന് ഊർജം നൽകി പ്രൈമറി ഹെൽപ്പ് ആരാണ്? സൂര്യദേവത. സഹകാരി ഹെൽപ്പ് എന്ന് വെച്ചാൽ സെക്കൻഡറി ആരാണ്? സഹകാരി സഹായികൾ അന്നപാനീയങ്ങൾ അല്ലേ. അവരെ സ്മരിക്കുക, അതാണ് പറയുന്നത്. അടുത്ത എന്താണ്? അമൂർത്തസാരഭൂതം ഹിരണ്യഗർഭഃ അസ്തി. അമൂർത്ത, ഇവിടെ ദക്ഷിണാക്ഷി പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ദക്ഷിണഃ അക്ഷൻ പുരുഷഃ എന്ന് 5ാമത്തെ മന്ത്രത്തിൽ അവസാനം. ആ വാക്കിൻ്റെ അർത്ഥം ഹിരണ്യഗർഭനാണ്. ഹിരണ്യഗർഭൻ ആരാണ്? പ്രഥമജൻ, സൂത്രാത്മാ, ബ്രഹ്മാജി, പ്രഥമജനായ. അതായത് ഭഗവാൻ അമൂർത്ത രൂപത്തിൽ പ്രാണനിലും ആകാശത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള സ്പേസിലും ഭഗവാൻ അമൂർത്ത രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിനെ സംരക്ഷിക്കുവാനുള്ള ചുമതല കൊടുത്തിരിക്കുന്നത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനാകുന്നു. ഇവരെല്ലാം സദാധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾക്കിപ്പോൾ എല്ലാറ്റിനെയും വേർതിരിച്ച് ഉപാസിക്കണമെന്നല്ല പറയുന്നത്. യാജ്ഞവൽക്യ മഹർഷി അത്രയും സൂക്ഷ്മമായ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ അഹം മമ ബുദ്ധി ഇല്ലാണ്ടാക്കാൻ. ഞാനൊന്നും ചെയ്യുന്നില്ല, പ്രകൃതി എനിക്ക് എല്ലാ സാഹചര്യവും അനുകൂലമാക്കി അതിൻ്റെ വ്യവസ്ഥയിൽ, പ്രകൃതി അതിൻ്റെ താളത്തിൽ പോകുന്നത് കൊണ്ടാണ് ഞാനുള്ളത്. അപ്പോൾ ആ എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെ ഞാനിവിടെ ഡിസ്ട്രോയ് ചെയ്യുക, അതിനെ ഇല്ലാണ്ടാക്കുക. ആ ഭാവം വളർത്തിയെടുക്കാനായിട്ടാണ് ഇത്രയും സൂക്ഷ്മമായി പോകുന്നത്. ഓരോ തൊട്ട് മുമ്പ് ശിശുബ്രാഹ്മണത്തിലും അങ്ങനെയാണ്.
അല്ലേ? ഒരു ഇന്ദ്രിയം മാത്രം എടുത്തുകൊണ്ട് ആ ഇന്ദ്രിയത്തിനെ സഹായിക്കാൻ 7 ദേവതകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ്? ഞാൻ ഒന്നുമല്ല, ഇൻസിഗ്നിഫിക്കൻ്റ് ആണല്ലേ, ഒന്നുമല്ല അവർ അവയുടെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്. ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ ഉപാസനയായി. ശിശുബ്രാഹ്മണത്തിലെ ഉപാസനയുമായി മൂർത്താമൂർത്ത ഉപാസനയുമായി. അതാണ് 4-5 മന്ത്രത്തിൽ പറയുന്നത്. ഇനി ഇവിടെ അവസാനിക്കുമ്പോഴില്ലേ, 4-5 മന്ത്രം അവസാനിക്കുമ്പോൾ ഭഗവാൻ ഭാഷ്യകാരൻ ഒരു വാക്ക് പറയുന്നുണ്ട്. അതെല്ലാവരും എഴുതിക്കോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാണാണ്ട് പഠിക്കാൻ സാധിക്കുന്നവരത് പഠിക്കുകയും ചെയ്യണം. വളരെ ഫേമസ് ആയിട്ടുള്ള, നിങ്ങൾ ഒരുപാട് മഹാത്മാക്കളുടെ പ്രഭാഷണത്തിലൊക്കെ ഈ കൊട്ടേഷൻ കാണാം. ആദിശങ്കര ഭഗവത്പാദർ തൻ്റെ ഭാഷ്യത്തിൽ പറയുന്നതാണ്. എഴുതിക്കോളൂ, 2 വരിയേ ഉള്ളൂ, ഒരുപാടുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വേണ്ടത് മാത്രം എഴുതിക്കോളൂ. ഇന്ദ്രോ മായാഭിഹി ഭരണിയുടെ ഭായാണ് കേട്ടോ. ഇന്ദ്രോ മായാഭിഹി പുരുരൂപയതേ. ഇന്ദ്രോ മായാഭിഹി, ബിഹി വിസർഗമുണ്ട്. ഇന്ദ്രോ മായാഭിഹി പുരുരൂപയതേ, കോമ. തദസ്യ രൂപം തദ് അസ്യ തദസ്യ രൂപം പരിചക്ഷണായ. ചക്ഷു എന്ന് എഴുതില്ലേ, അതുപോലെ പരിചക്ഷണായ വിരാമം. ഇന്ദ്രോ മായാഭിഹി പുരുരൂപയതേ തദസ്യ രൂപം പരിചക്ഷണായ. ബൃഹദാരണ്യ ഉപനിഷത്ത് ഭാഷ്യം. ഏത് ഭാഷ്യം? മൂർത്ത ഭാഷ്യം. ഇന്ദ്രോ മായാഭിഹി. നമുക്ക് ഒരുമിച്ച് പറയാം, എല്ലാവരും ഒരാവർത്തിയെങ്കിലും സമഷ്ടിയായി പറയുക. കാണാണ്ട് പഠിക്കാൻ സാധിക്കുന്നവർ പഠിക്കുക. നിങ്ങൾ എഴുതി വെക്കണം, എവിടെയെങ്കിലും ഒക്കെ ഈ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ച് 4-5 തവണ പറയുമ്പോൾ അത് ബൈഹാർട്ട് ആയിക്കോളും. ഇന്ദ്രോ മായാഭിഹി പുരുരൂപയതേ തദസ്യ രൂപം പരിചക്ഷണായ. ഒന്നുകൂടെ. ഇന്ദ്രോ മായാഭിഹി പുരുരൂപയതേ തദസ്യ രൂപം പരിചക്ഷണായ എന്ന് വെച്ചാൽ, ഇവിടെ ഇന്ദ്രൻ എന്ന് വെച്ചാൽ ഈശ്വരൻ എന്നാണ് അർത്ഥം, അല്ലാണ്ട് ദേവേന്ദ്രനല്ല. ഇന്ദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് പലയിടത്തും. നേതാ, എല്ലാറ്റിനെയും നയിക്കുന്നവൻ. എല്ലാറ്റിനെയും നയിക്കുന്നത് ആരാണ്? ഈശ്വരൻ അല്ലേ? അപ്പം ഇന്ദ്രോ എന്ന് വെച്ചാൽ എന്താണ്? ഈശ്വരൻ. എഴുതിക്കോളൂ, അതിൻ്റെ മലയാളം വേണ്ടവർ ഞാൻ അച്ചടി ഭാഷയിൽ പറയാം, എന്നിട്ട് അപ്പം മനസ്സിലാകും. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എഴുതാൻ പറയണത്. ഈശ്വരൻ മായാസഹിതനായി. ഈശ്വരൻ വൃത്തിയായിട്ട് എഴുതണേ. നമുക്ക് 4-5 വർഷം കഴിഞ്ഞ് എഴുത്ത് നോക്കുമ്പോൾ വായിക്കാൻ പറ്റണം. ഇവിടെ ഈ വേദാന്തസാരമൊക്കെ എടുത്ത് നോക്കുമ്പോഴേ വായിക്കാൻ പറ്റണില്ല പലർക്കും. കാരണം 4-5 വർഷം മുമ്പ് എഴുതിയതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണത്, വൃത്തിയായിട്ട് എഴുതണം. നമുക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്, അതിനുവേണ്ടി പറയുകയാണ്. ഈശ്വരൻ മായാസഹിതനായി അനേക രൂപത്തെ മൂർത്താമൂർത്ത ഭാവത്തിൽ സ്വീകരിച്ചു. ഈശ്വരൻ മായാസഹിതനായി അനേക രൂപങ്ങളെ, അതിലെന്താണ് 84 ലക്ഷം വരും ഈ അനേകം എന്ന വാക്കിൽ അല്ലേ? അനേക രൂപങ്ങളെ മൂർത്താമൂർത്ത ഭാവത്തിൽ സ്വീകരിച്ചു.
അതാണ് ഇന്ദ്രോ മായാഭിഹി പുരുരൂപയ്യതേ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈശ്വരൻ മായാസഹിതനായി. ഈ പരമാത്മാ, ഈ മായാസഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഈശ്വരൻ എന്നാണ്. കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് മായാസഹിതൻ എന്നും കൂടെ എഴുതിയത് കേട്ടോ. ഈശ്വരൻ മായാസഹിതനായി അനേക രൂപങ്ങളെ മൂർത്താമൂർത്ത ഭാവത്തിൽ സ്വീകരിച്ചു. ബുദ്ധിയിൽ ഉറയ്ക്കണം ഇത്. അതായത് സ്ഥൂല രൂപത്തിലും സൂക്ഷ്മ രൂപത്തിലും ഭഗവാൻ മായാസഹിതനായി സ്വീകരിച്ചു. ഫുൾ സ്റ്റോപ്പ്, സ്വീകരിച്ചു, വിരാമം. അടുത്ത് എഴുത് എന്തിന്, ക്വസ്റ്റ്യൻ മാർക്ക്. എന്തിന്, എന്തിനെന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. കാരണം കോമ, കാരണം എന്ന് എഴുതിയിട്ട് കോമ ഇടുക. ഈശ്വരൻ്റെ രൂപത്തെ പ്രപഞ്ചത്തിലൂടെ മാത്രമേ, പ്രപഞ്ചം എന്ന് വെച്ചാൽ പ്രകൃതി, പ്രപഞ്ചത്തിലൂടെ മാത്രമേ, അടുത്ത വാക്കാണ് ഇമ്പോർട്ടൻ്റ്, അണ്ടർലൈൻ ചെയ്യണം. അടുത്ത് എഴുതിയിട്ട് അന്വേഷി ആരാ? നമ്മൾ. അന്വേഷി ആരാ? മുമുക്ഷു അല്ലേ? ഈശ്വരൻ്റെ രൂപത്തെ പ്രപഞ്ചത്തിലൂടെ മാത്രമേ അന്വേഷിക്ക് അറിയുവാൻ കഴിയൂ. ഈശ്വരൻ്റെ രൂപത്തെ പ്രപഞ്ചത്തിലൂടെ മാത്രമേ അന്വേഷിക്ക് അറിയുവാൻ കഴിയൂ. ആയതിനാൽ അല്ലെ, അതുകൊണ്ട് അങ്ങനെ എഴുതാം കേട്ടോ. ആയതിനാൽ ഈശ്വരൻ അല്ലെ ഭഗവാൻ മൂർത്താമൂർത്ത രൂപത്തിൽ സൃഷ്ടി നടത്തിയത്. ആയതിനാലാണ് ഈശ്വരൻ മൂർത്താമൂർത്ത രൂപത്തിൽ സൃഷ്ടി നടത്തി. ആയതിനാലാണ് ഈശ്വരൻ മൂർത്താമൂർത്ത രൂപത്തിൽ സൃഷ്ടി നടത്തിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നുകൂടെ വായിച്ചേ. ഇന്ദ്രോ മായാഭിഹി പുരുരൂപയ്യതേ തദസ്യ രൂപം പരിചക്ഷണായ. അല്ലേ, ഇത് കാണാണ്ട് പഠിക്കണേ ഈ ഭാഷ്യമേ. ഇന്ദ്രോ മായാഭിഹി പുരുരൂപയ്യതേ തദസ്യ രൂപം പരിചക്ഷണായ. എന്നാൽ എന്താണ്? സാക്ഷാൽ ഇന്ദ്രനായിരിക്കുന്ന സർവറ്റിനും നേതാവ്, അടിസ്ഥാനം. ഇന്ദ്രൻ എന്ന വാക്കിൻ്റെ അടിസ്ഥാന തത്വം, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ, എല്ലാറ്റിനും ആധാരമായിരിക്കുന്നവൻ ആ പരമാത്മാവ് എന്തു ചെയ്തു? മായാസഹിതനായി അനേക രൂപങ്ങളെ, പല പല വെറൈറ്റീസ് ഓഫ് സ്പീഷ്യസ്, അതിനെ എന്തു ചെയ്തു? മൂർത്താമൂർത്ത ഭാവത്തിൽ, രൂപത്തിൽ, സ്ഥൂല രൂപത്തിലും സൂക്ഷ്മ രൂപത്തിലും ഭഗവാൻ സ്വീകരിച്ചു. എന്ന് വെച്ചാൽ ഭഗവാന്റെ തന്നെ മൂർത്ത രൂപമാണ് നമ്മളെല്ലാവരും, നമ്മുടെ ഈ സ്ഥൂല ശരീരം അല്ലേ. അമൂർത്ത രൂപമാണ് നമ്മുടെ മനസ്സ്, ബുദ്ധി, എല്ലാം സൂക്ഷ്മമായിട്ടുള്ള എല്ലാം അല്ലേ. അപ്പം ഭഗവാൻ അല്ലാണ്ട് നമ്മുടെ ഒരു തലനാര് പോലും ഇല്ല. ആ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു മഹാഭാഷ്യം. എന്തിനു വേണ്ടി? ഭഗവത്പാദർ തന്നെ ചോദ്യം ചോദിക്കുകയാണ്. എന്തിന്? അതിനുള്ള കാരണം. തദസ്യ, therefore, അതിൻ്റെ കാരണം എന്താണ്? രൂപം പരിചക്ഷണായ. ഈശ്വരൻ്റെ രൂപത്തെ ഭഗവാനെ നമുക്ക് അറിയണമെങ്കിൽ അല്ലേ, ആദ്യം തന്നെ ഒരു കുട്ടിക്ക് ദഹിക്കാത്ത സോളിഡ് ഫുഡൊക്കെ എടുത്താൽ പറ്റുമോ? അല്ലേ, നമ്മൾ എങ്ങനെയാണ് 6 മാസം വരെ അമ്മയുടെ പാല്, അത് കഴിഞ്ഞല്ലേ വളരെ വളരെ ദ്രവ്യങ്ങൾ കൊടുത്താണ് തുടങ്ങുന്നത് അല്ലേ. പിന്നെയാണ് ഖരപദാർത്ഥത്തിലേക്ക് പോകുന്നത്. അതിന് പല്ലൊക്കെ ആയിക്കഴിഞ്ഞാണ് ആ കുട്ടിക്ക് ഖരവസ്തുക്കൾ അതിൻ്റെ ആമാശയത്തിന് ദഹിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് അത് കൊടുത്തു തുടങ്ങുന്നത്. അല്ലെങ്കിൽ എന്താണ്, കുട്ടിക്ക് രോഗങ്ങൾ വരും അല്ലേ. അതുപോലെ തന്നെയാണ്
നമ്മളാകുന്ന അന്വേഷിക്കുക. മുമുക്ഷുവിന് പെട്ടെന്ന് തന്നെ ഈ പ്രപഞ്ചമൊന്നുമില്ല. അതുകൊണ്ടാണ് ആദ്യം മാണ്ഡൂക്യം പഠിക്കാത്തത്. മാണ്ഡൂക്യം നമ്മൾ പറയും മാണ്ഡൂക്യം മാത്രം പഠിച്ചാൽ മതിയെന്ന് നമ്മൾ മുക്തികോപനിഷത്തിൽ പഠിച്ചു. മാണ്ഡൂക്യം എന്ന് വെച്ചാൽ നേതിയാണ്. ഇതൊന്നുമില്ല, ഇതിനെയൊക്കെ പ്രപഞ്ചത്തിനെ മുഴുവൻ നിഷേധിക്കലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഇതൊക്കെ നിഷേധിക്കാൻ സാധിക്കും? ഇതൊന്നുമില്ല, പ്രപഞ്ചം ഒന്നുമില്ല, ഇതൊക്കെ നമ്മളുടെ മായ കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്, ഈ കാണുന്നതൊക്കെ ഉണ്ടെന്ന്. ഇതൊന്നുമില്ല അല്ലേ? എങ്ങനെ അപവദിക്കാൻ സാധിക്കും? അപവാദം എന്ന് വെച്ചാൽ നിഷേധം. എങ്ങനെ സാധിക്കും? പറ്റൂല. അപ്പോൾ എന്താണ്, ഒരു മുമുക്ഷുവായി വരുന്നവർക്ക്, ഈശ്വരനെ അറിയുവാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്ന അന്വേഷിയോട് ആദ്യം എന്ത് പറയും? ഉണ്ട്, നീ കാണുന്നതൊക്കെ സത്യമാണ്, എല്ലാം ഉണ്ട് അല്ലേ? മലയുണ്ട്, പുഴയുണ്ട്, സമുദ്രമുണ്ട്, കാടുണ്ട്, എല്ലാം ഉണ്ട്, നീ കാണുന്നതൊക്കെ ഉണ്ട്, ശരിയാണ്, നിന്റെ കാഴ്ചയൊക്കെ സത്യമാണ്. പക്ഷെ നീ എങ്ങനെ കാണണം? നിന്റെ കാഴ്ചപ്പാട് മാറ്റണം. എങ്ങനെ? എല്ലാറ്റിലും ഇന്ദ്രോ മായാവി പുരുരൂപയ്യത്. ആ മായാസഹിതനായ പരമാത്മാവാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്. അതിലെല്ലാം കുടിയിരിക്കുന്നത് ഭഗവാനാണ് എന്ന് പറഞ്ഞു തരും. അപ്പോൾ എന്താണ്? സന്തോഷമായി, എല്ലാറ്റിലും ഈശ്വരനാണല്ലോ. അങ്ങനെ ആ സാധകന് ചെറുങ്ങനെ ഭക്ഷണം കൊടുത്ത് പിന്നെ എന്താണ്, നല്ലതായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനുള്ള പാകത വരുമ്പോൾ, എല്ലാറ്റിനെയും നിഷേധിക്കാനുള്ള അധികാരം എത്തുമ്പോൾ, ഉപാസന ചെയ്ത് ചിത്തശുദ്ധി വന്ന് അധികാരം ലഭിച്ച് എത്തുമ്പോഴെന്താണ്? ഇല്ല, നേതി ഇതൊന്നുമില്ല, ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ് അല്ലേ? ന ശിഷ്യ ന ശാസ്ത്ര ന ശിക്ഷണം ന ഗുരു ന ദൈവം അല്ലേ? എല്ലാറ്റിനെയും നിഷേധിക്കലാണ്. ഒന്നുമില്ല, ബ്രഹ്മൻ മാത്രം അല്ലേ? അങ്ങനെ ആദ്യം പറഞ്ഞാൽ പറ്റൂല. അതുകൊണ്ടാണ് ഈ മൂർത്താമൂർത്ത ബ്രാഹ്മണം ഉപാസനാ പ്രകരണ രൂപത്തിൽ യാജ്ഞവൽക്യ മഹർഷി പറയുന്നതെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാ എല്ലാവർക്കും. ഇന്ദ്രോ മായാഭിഹി പുരുരൂപയ്യതേ തദസ്യ രൂപം പരിചക്ഷണായ. വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. 4, 5 മന്ത്രങ്ങൾ കഴിഞ്ഞു. ഒന്നാമത്തെ മന്ത്രം മൂർത്തം എന്ത് അമൂർത്തം എന്തെന്ന് പറഞ്ഞു. 2, 3 മന്ത്രം ആദിദൈവമൂർത്തം ആദിദൈവ അമൂർത്തം പറഞ്ഞു, അതായത് പഞ്ചമഹാഭൂതങ്ങൾ പറഞ്ഞു. 4, 5 മന്ത്രം ആധ്യാത്മമൂർത്തം അധ്യാത്മ അമൂർത്തം പറഞ്ഞു. അതായത് ഈ സ്ഥൂല ശരീരത്തെ അവയവങ്ങളിലൊക്കെ ജഡരൂപത്തിലുള്ള ഈ അവയവങ്ങളിൽ ഭഗവാൻ കുടികൊള്ളുന്നു. മൂർത്ത രൂപത്തിൽ സൂക്ഷ്മമായ പ്രാണനിലും ആകാശത്തിലും പരമാത്മാവ് സൂക്ഷ്മരൂപത്തിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞ് 4, 5 മന്ത്രം അവസാനിപ്പിച്ചു. ഇനി നമുക്ക് അവസാനത്തെ മന്ത്രത്തിലേക്ക് പോകാം. മൂർത്താമൂർത്ത ബ്രാഹ്മണം സമാപ്ത മന്ത്രം അല്ലേ? ഷഷ്ടമന്ത്രം. തസ്യ ഹ ഏതസ്യ തസ്യ ഹ ഏതസ്യ പുരുഷസ്യ രൂപം യഥാ മഹാരജനം വാസഃ യഥാ പാണ്ഡ്വാവികം യഥാ ഇന്ദ്രഗോപഃ യഥാ അഗ്ന്യർച്ചിഃ അഗ്നി അധികം അർച്ചിഃ അഗ്ന്യർച്ചിഃ യഥാ പുണ്ടരീകം യഥാ സകൃത് വിദ്യുത്തം സകൃത് വിദ്യുത് ഏവ ഹവാ അസ്യ ശ്രീഹി ഭവതി
ശ്രീഹി വിസർഗമുണ്ട്. ശ്രീഹി ഭവതി, ശ്രീഹി ഭവതി. ഒരുമിച്ച് പറയുമ്പോൾ ശ്രീർ ഭവതി, ശ്രീഹി ഭവതി. യ ഏവം വേദ, യ ഏവം വേദ. ഫുൾ സ്റ്റോപ്പാണ് അവിടെ. അവിടെ എഴുതിക്കോളൂ. മൂർത്താമൂർത്ത ബ്രാഹ്മണം അധ്യാരോപം സമാപ്തം, അല്ലെങ്കിൽ അധ്യാരോപ സമാപ്തം എന്ന് എഴുതിയാൽ മതി. മൂർത്താമൂർത്ത ബ്രാഹ്മണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വേണമെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണേൽ അങ്ങനെ എഴുതാം. മൂർത്താമൂർത്ത ബ്രാഹ്മണം അധ്യാരോപം സമാപ്തം. എവിടെ വരെ? യ ഏവം വേദ, അവിടെ വരെ. അത് കഴിഞ്ഞ് അധാത ആദേശ, അവിടെ ഒരു കോമയിൽ എഴുതുക അപവാദമാരംഭം, അപവാദ പ്രക്രിയ. അധ്യാരോപ പ്രക്രിയയാണ് കേട്ടോ. അധ്യാരോപ പ്രക്രിയ, അപവാദ പ്രക്രിയ അറിയാമല്ലോ അല്ല. അപവാദ പ്രക്രിയ ആരംഭം എവിടെ? അധാത, അവിടെ മുതൽ. അധാത ആദേശഃ. അടുത്തത് ഹൈലൈറ്റ് ചെയ്യോ അണ്ടർലൈൻ ചെയ്യോ എന്ത് വേണേലും ചെയ്യണം. അടുത്ത വാക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നേതി നേതി. അധാത ആദേശഃ നേതി നേതി. ന ഹി ഏതസ്മാദ് ഇതി, ഏതസ്മാദ് ഇതി. നഹി ന ഇതി അന്യത്, ന ഇതി അന്യത്. പരം അസ്തി, പരം അസ്തി. അധ നാമധേയം. അടുത്തത് മുഴുവൻ അണ്ടർലൈൻ ചെയ്യണം. സത്യസ്യ സത്യമിതി പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം. അതേതാണ്? 2.1.20, 2.1.20. ഏത്? സത്യസ്യ സത്യം ഇതി പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം. ഏഷ സത്യം എന്ന് എഴുതിയില്ല, അവിടെ എഴുതിക്കോളൂ. അപവാദ പ്രക്രിയ സമാപ്തം, അപവാദ പ്രക്രിയ സമാപ്തം. ഒന്നുകൂടെ പറയേ. തസ്യഃ ഏതസ്യ പുരുഷസ്യ രൂപം യഥാ മഹാരജനം വാസഃ യഥാ പാണ്ഡ്വാവികം യഥാ ഇന്ദ്രഗോപഃ യഥാ അഗ്ന്യർച്ചിഃ യഥാ പുണ്ഡരീകം യഥാ സകൃത് വിദ്യുതം സകൃത് വിദ്യുത് ഏവ ഹവാ അസ്യ ശ്രീഹി ഭവതി യ ഏവം വേദ. അധ്യാരോപ പ്രകരണം സമാപ്തം. എവിടെ തുടങ്ങി? ഒന്നാമത്തെ മന്ത്രത്തിലെ ദേവാവ ബ്രഹ്മണേ രൂപേ, അവിടെയാണ് അധ്യാരോപ പ്രകരണം ആരംഭിച്ചത്. മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിൽ അത് എവിടെ അവസാനിച്ചു? വേദ, അവിടെ വരെ കൊണ്ട് അധ്യാരോപ പ്രകരണം പ്രക്രിയ സമാപ്തം. അടുത്തത് അപവാദ പ്രക്രിയ ആരംഭം. അധാത ആദേശഃ നേതി നേതി. ന ഹി ഏതസ്മാദ് ഇതി. ന ഇതി അന്യത് പരം അസ്തി. അധ നാമധേയം സത്യസ്യ സത്യമിതി പ്രാണാവൈ സത്യം തേഷാം ഏഷ സത്യം. അപവാദ പ്രക്രിയ സമാപ്തം. അധാത ആദേശോ മുതൽ തേഷാമേഷ സത്യം വരെ അപവാദ പ്രക്രിയ.
ഇനി അപവാദം എന്നത് നമുക്ക് നാളെ പഠിക്കാം. ജസ്റ്റ് ഒന്ന് പാരായണം ചെയ്യാം. തസ്യഃ ഏതസ്യ പുരുഷസ്യ രൂപം യഥാ മഹാരജനം വാസഃ യഥാ പാണ്ഡ്വാവികം യഥാ ഇന്ദ്രഗോപഃ യഥാ അഗ്ന്യർച്ചിഃ യഥാ പുണ്ഡരീകം യഥാ സകൃദ്വിദ്യുത് ഏവ ഹവാ അസ്യ ശ്രീഃ ഭവതി യ ഏവം വേദ അഥാദ ആദേശഃ നേതി നേതി ന ഹി ഏതസ്മാദിതി ന ഇതി അന്യത് പരം അസ്തി അധനാമധേയം സത്യസ്യ സത്യമിതി പ്രാണാ വൈ സത്യം തേഷാം ഏഷ സത്യം. ഒന്നുകൂടെ ചൊല്ലാം. തസ്യഃ ഏതസ്യ പുരുഷസ്യ രൂപം യഥാ മഹാരജനം വാസഃ യഥാ പാണ്ഡ്വാവികം യഥാ ഇന്ദ്രഗോപഃ യഥാ അഗ്ന്യർച്ചിഃ യഥാ പുണ്ഡരീകം യഥാ സകൃദ്വിദ്യുത് ഏവ ഹവാ അസ്യ ശ്രീഃ ഭവതി യ ഏവം വേദ അഥാദ ആദേശഃ നേതി നേതി ന ഹി ഏതസ്മാദിതി ന ഇതി അന്യത് പരം അസ്തി അധനാമധേയം സത്യസ്യ സത്യമിതി പ്രാണാ വൈ സത്യം തേഷാം ഏഷ സത്യം. ഇതി ദ്വിതീയോധ്യായഃ തൃതീയബ്രാഹ്മണഃ മൂർത്താമൂർത്തബ്രാഹ്മണം സമാപ്തം. ദ്വിതീയോധ്യായഃ തൃതീയബ്രാഹ്മണം മൂർത്താമൂർത്തബ്രാഹ്മണം സമാപ്തം. നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം നാളെ പഠിക്കാം. നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നു, നാളെ ഒരുപാട് എഴുതാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും കഴിവതും ലൈവ് തന്നെ വരിക, പറ്റാത്തവർ റെക്കോർഡിങ് കേൾക്കുക. പക്ഷെ എഴുതാനുള്ള ആ ഒരു മനസ്സോടു കൂടി വരണം. നാളെ ഒരുപാട് ഭാഷ എഴുതാനുണ്ട്. കാരണം ഇത് ഇനി നമുക്ക് പഠിക്കാൻ പറ്റൂല. എന്താണ് അധ്യാരോപം അപവാദം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പറയുന്നു. അധ്യാരോപ അപവാദാഭ്യാം നിഷ്പ്രപഞ്ചം പ്രപഞ്ചതേ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി, അതിൻ്റെ പരിഭാഷ പഠിക്കാനുണ്ട്. എന്താണ് അധ്യാരോപ അപവാദം. പിന്നെ നമ്മൾ ബ്രഹ്മസൂത്ര ഭാഷ്യം പഠിക്കുകയാണ് നാളെ. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുകയാണ് എന്തിനാണ് ഈ അധ്യാരോപമൊക്കെ പഠിപ്പിക്കുന്നത് കുട്ടികളെ. നിങ്ങൾ എല്ലാറ്റിലും ഈശ്വരനെ കാണാമെന്ന് പറയുകയാണല്ലോ. എല്ലാറ്റിലും ഈശ്വരനെ കാണും. ഒരു കല്ല് കണ്ടാലും വെള്ളം കണ്ടാലും എല്ലാറ്റിലും ഈശ്വരനെ കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ തന്നെ അവസാനം പറഞ്ഞ് ഇതൊന്നുമല്ല നേതി ഇവിടെ വരികയാണ്. പൂർവപക്ഷി ചോദിക്കുകയാണ് നമ്മളോട്. എന്നിട്ട് നിങ്ങളൊരു സ്ഥിരതയില്ലാത്തവരാണ്. അദ്വൈതികളെ പരിഹസിക്കുകയാണ്. നിങ്ങളൊന്നും ഒരു സ്ഥിരതയില്ലാത്തവരാണ്. വലിയൊരു ചർച്ച വരുന്നുണ്ട്. നിങ്ങൾ പറയുന്നു ഒരു ഉപനിഷത്തിൽ ഇങ്ങനെയാണ് സൃഷ്ടി എന്ന് പറയുന്നു, മറ്റൊരു ഉപനിഷത്തിൽ മറ്റൊരു രീതിയിലാണ് അല്ലേ. നമ്മൾ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം. നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. ഐത്തിരീയത്തിൽ ഇങ്ങനെ പറഞ്ഞ് പ്രശ്നത്തിൽ മറ്റൊരു രീതിയിൽ, അതായത് ക്രമം മാറി. ചിലയിടത്ത് കാലസൃഷ്ടി പറയുന്നു, ചിലയിടത്ത് യുഗപത് സൃഷ്ടി പറയുന്നു. അങ്ങനെ നിങ്ങൾക്കൊരു തലയ്ക്ക് വെളിവില്ലാത്തവരാണ് അദ്വൈതികളെന്ന് പറഞ്ഞ് എന്നിട്ട് അവസാനം നേതി ഇതെല്ലാം നിഷേധിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞു നിങ്ങൾ മൂർഖരാണെന്ന് പറയുകയാണ്. അപ്പം ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ അവരെ ഖണ്ഡനം ചെയ്യുന്നതാണ്. അത് നമ്മൾ പഠിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ ഈ നേതി നിഷേധവാക്യം പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഒരു സംശയം ഉണ്ടാകരുത്. ഞാൻ ഈ കാലം അത്രയും അതുണ്ട് ഇതുണ്ട് അതിലെല്ലാം ഈശ്വരനാണ്. പശുക്കിടാവിനെ പറഞ്ഞു, അശ്വത്തിനെ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഇവരെയൊക്കെ പോയി ഇവരുടെ
വീടുകളിൽ പോയി കണ്ട് അവരിലൊക്കെ ഞാൻ ഈശ്വര ദർശനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ ഇങ്ങനെ ചതിക്കണ്ടായിരുന്നു. ഇതൊന്നും ഈശ്വരനല്ല, ഇതൊക്കെ ഇല്ല, ഇതൊക്കെ ഇല്യൂഷനാണ് അല്ലേ, ഇന്ദ്രജാലം അത് എന്ന് പറയുക. എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു നമ്മുടെ ഉള്ളിൽ തോന്നാം. ഇതിനെയൊക്കെ നിഷേധിക്കാൻ പറയും. ആ തോന്നൽ ഒരിക്കലും നമുക്കുണ്ടാകരുത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഭാഷ്യം പഠിക്കുന്നത്. നമുക്ക് നാളെ അത് എഴുതാം. കുറച്ചേ ഉള്ളൂ, ഒരുപാടുണ്ട്. എങ്കിലും അതിൻ്റെ മെയിൻ പോയിൻ്റ് ഒരു 4-5 സെൻറ്റൻസ്, ഒരു പാരഗ്രാഫ്. ബ്രഹ്മസൂത്ര ഭാഷ്യം പ്രഥമ അധ്യായം ചതുർത്ഥ പാദത്തിൽ നമുക്കത് എഴുതിയിട്ട് അതിൻ്റെ നിർവചനം പഠിക്കുക. അതും കാണാൻ പഠിക്കുക. ഞാൻ പറയില്ല, എങ്കിലും വായിക്കുക ഇടയ്ക്കൊക്കെ. നഹി സൃഷ്ട്യാദി പ്രപഞ്ചം പ്രതിവിധാദയിഷ്യത നഹി ദൃശ്യതേ ശ്രൂയതേ വിവ എന്നും പറഞ്ഞ് തുടങ്ങും. അത് നമുക്ക് പഠിക്കണം. പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാകരുത്, ഇതൊന്നും ഇല്ലയെന്ന്. എന്തിനാണ് അദ്വൈതം പറയുന്നത്, ഇതിനെയൊക്കെ നിഷേധിക്കാൻ എന്തിനാണ് പറയുന്നത്, അതും നമ്മൾ പഠിക്കും. ഐത്തരേയ ഉപനിഷത്ത് ഭാഷ്യം വിവസ്യ നിക്ഷിപ്യ വിരോധോത്ഭവ കാരണം എന്ന് പറഞ്ഞു, അതും ഫേമസ് ആയിട്ടുള്ള ഭാഷ്യവാക്യമാണ്. അതും പഠിക്കാം. എന്നിട്ട് നമുക്ക് അതിന് ശേഷമേ 6ാമത്തെ മന്ത്രത്തിലെ അപവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അധ്യാരോപം അവസാനിപ്പിക്കും, യ ഏവം വേദ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അധാത ആദേശം എന്ന് പറയുന്നത് ഭാഷ്യം പഠിച്ചിട്ടേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പം എല്ലാവരും ആ ഒരു മനസ്ഥിതിയോട് കൂടി വേണം നാളെ വരാൻ. യാജ്ഞവൽക്യ മഹർഷിയോടും ഗുരുപരമ്പരയോടും പ്രാർത്ഥനയോടുകൂടിയും വേണം വരാൻ. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധ വേണം. പിന്നെ ആ ഒരു കൃതാർത്ഥതയും വേണം. ഭഗവാനെ എന്നെ ഭാഷ്യത്തിൽ എത്തിച്ചല്ലോ, ബ്രഹ്മസൂത്രത്തിൽ എത്തിച്ചല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു കൃതാർത്ഥതയോട് കൂടി വന്നാലേ ഇത് എഴുതിയെടുക്കാനുള്ള ക്ഷമയും ഉണ്ടാവുകയുള്ളൂ, ശ്രവണ സൗകുമാര്യവും ഉണ്ടാവുകയുള്ളൂ. നമോ നാരായണ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.